ഭൂതാന്യേതാനി ഭൂതാത്മകമപി സകലം പക്ഷിമത്സ്യാൻ മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രുനഭിയമിതമതിസ്ത്വന്മയാന്യാനമാനി ത്വത്സേവായാം ഹി സിദ്ധ്യേത് മമ തവ കൃപയാ ഭക്തിദാർഢ്യം വിരാഗ ത്വത്തത്വസ്യാവബോധോऽപി ച ഭുവനപദേ യത്നഭേദം വിനൈവ. ഭൂതാനി ഏതാനി ഭൂതാത്മകം അഭി സകലം പക്ഷി മത്സ്യാൻ മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രുൻ അഭി യമിതമതിഹി ത്വന്മയാനി ആനമാനി ത്വത്സേവായാം ഹി സിദ്ധ്യേത് മമ തവ കൃപയാ ഭക്തിദാർഢ്യം വിരാഗ ത്വത്തത്വസ്യ അവബോധഃ അപി ച ഭുവനപദേ യത്നഭേദം വിനാ ഏവ. ഭൂതാനി ഏതാനി ഏതാനി ഭൂതാനി, ഈ കാണുന്ന ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ, ആകാശം, പൃഥിവി, വായു, അഗ്നി, ജലം, ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളും ഭൂതാത്മകമപി സകലം പക്ഷിമത്സ്യാൻ മൃഗാദീൻ, പഞ്ചഭൂതമയമായിരിക്കുന്നതായ പക്ഷികളായാലും മത്സ്യങ്ങളായാലും മൃഗങ്ങളായാലും മനുഷ്യരായാലും, ഇനി മനുഷ്യരിൽ വെച്ച് തന്നെ മിത്രങ്ങളായാലും ശത്രുക്കളായാലും ഒക്കെ യമിതമതിഹി, ഞാൻ ഏകാഗ്ര മനസ്സോടുകൂടി ത്വന്മയാനി, അതെല്ലാം അങ്ങയുടെ തന്നെ വിവിധ രൂപങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആനമാനി, ഞാൻ നമസ്കരിക്കും. കൂടാതെ ത്വത്സേവായാം ഹി സിദ്ധ്യേത് മമ തവ കൃപയാ, ഞാൻ അങ്ങയെ ഉപാസിച്ചുകൊണ്ട് തവ കൃപയാ, അങ്ങയുടെ കാരുണ്യം ഒന്നുകൊണ്ട് തന്നെ ഭക്തിദാർഢ്യം വിരാഗ, ഭക്തിയും വൈരാഗ്യവും സിദ്ധിച്ചവനായിട്ട് തത്വസ്യ അവബോധ, അങ്ങയുടെ തത്വത്തിൻ്റെ അറിവും ഉള്ളവനായി തീർന്ന് ഞാൻ ശോഭിച്ചുകൊള്ളാം. അതിന് യത്നഭേദം വിനായേവ, അതിന് വിവിധങ്ങളായ യത്നങ്ങൾ ഒന്നും ആവശ്യം വരുന്നില്ല. ഈ മൂന്ന് കാര്യങ്ങളും ഒരേ രീതിയിൽ തന്നെ അങ്ങയുടെ അനുഗ്രഹത്താൽ എനിക്ക് നേടാൻ കഴിയും. ഭക്തിയുള്ളവനാകാം, വൈരാഗ്യം നേടിയവനാകാം, കൂടാതെ അങ്ങയുടെ തത്വത്തെക്കുറിച്ച് അവബോധമുള്ളവനും ആയിത്തീരാനായിട്ട് പ്രത്യേകം ഞാൻ യത്നിക്കേണ്ടി വരില്ല. എല്ലാം അങ്ങയുടെ ഉപാസന അല്ലെങ്കിൽ അങ്ങയുടെ കാരുണ്യം ഒന്നുകൊണ്ട് തന്നെ എനിക്ക് സിദ്ധമായി തീരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഭക്തൻ ഏത് പ്രകാരത്തിലാണ് ഭഗവാനെ ഉപാസിക്കേണ്ടത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ശരീരശുദ്ധിയെല്ലാം പാലിച്ചുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ ചെന്ന് അവിടെയുള്ള ഉപാസനാമൂർത്തിയെ ദർശിച്ച് പ്രദക്ഷിണ നമസ്കാരാദികളൊക്കെ ചെയ്ത് വഴിപാടുകളൊക്കെ ചെയ്ത് കിട്ടുന്ന പ്രസാദവുമെല്ലാം സ്വീകരിച്ചു പോരുന്നു. അപ്പോൾ അതാണ് ഭക്തി എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത്. എന്നാൽ ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ വളരെ വ്യക്തമായി പറഞ്ഞു തരികയാണ്, ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്ന പക്ഷികളായാലും മൃഗങ്ങളായാലും മനുഷ്യരായാലും, ഇനി മനുഷ്യരിൽ തന്നെ ഒരു മിത്രങ്ങളോ ശത്രുക്കളോ എന്തുമായിക്കൊള്ളട്ടെ, അവരെയൊക്കെ ഏകാഗ്ര മനസ്സോടുകൂടി ഞാൻ അങ്ങയുടെ സ്വരൂപമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു കൊള്ളാം. നമ്മളിൽ ആരെങ്കിലും ഒരാൾ ഈ പ്രകാരം കാണുന്ന എല്ലാ വസ്തുക്കളെയും നാരായണ നാരായണ എന്ന് പറഞ്ഞ് നമസ്കരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ അയാളെ എന്തു പറയും? ഭ്രാന്തനാണെന്ന് പറയും. വാസ്തവത്തിൽ സാധാരണ ജനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ഭക്തനും ഈ പ്രകാരം തന്നെയുള്ള അപവാദങ്ങളാണ് കേൾക്കേണ്ടതായി വരിക. എന്നാൽ ഭക്തന്മാരാവട്ടെ അവരതൊരു ഭൂഷണമായിട്ട് സ്വീകരിക്കുകയുള്ളൂ. അവരൊരിക്കലും ഒരു അപവാദമായിട്ട് അതിനെ കാണുകയില്ല. കാരണം അവർക്ക് സ്വയം ബോധ്യം ഉള്ള സംഗതി എന്താണെന്നാൽ, ഞാൻ ഭക്തിയുടെ ഒരു പടി മുന്നിൽ നിൽക്കുന്നയാളായതുകൊണ്ട് എന്നേക്കാൾ താഴെയുള്ളവരെ
അവഹേളിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് മറ്റുള്ളവരുടെ അവഹേളനങ്ങളെ കാര്യമാക്കാത്തത്. അങ്ങനെയുള്ള എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനെ തന്നെ ദർശിക്കുന്നവരായിട്ട് ആ ഭക്തൻ മാറുമ്പോൾ ത്വത് സേവായാം ഹി സിദ്ധ്യേത് മമ തവ കൃപയ, അങ്ങയുടെ സേവ ഒന്നുകൊണ്ട് തന്നെ അവർക്ക് ഭക്തി ഉണ്ടാകും, വൈരാഗ്യം ഉണ്ടാകും. അതുവഴി ഭഗവാന്റെ തത്വങ്ങളെക്കുറിച്ച് അറിയാനും ഇടവരും, യാതൊരു പ്രയാസവും കൂടാതെ എന്നാണ് പറയുന്നത്. ഭൂതാന്യേതാനി ഭൂതാത്മകമവി സകലം പക്ഷിമത്സ്യാൻ മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രൂനപി യമിതമതിസ്ത്വന്മയാ ജ്ഞാനമാനി ത്വത്സേവായാം ഹി സിദ്ധ്യേത് മമ തവ കൃപയാ ഭക്തിദാർഢ്യം വിരാഗ ത്വത്തത്വസ്യാവബോധോ ബിജ ഭുവനപദേ യത്നഭേദം വിനൈവ. നോ മുഹ്യൻ ശുത്രിടാദ്യേർഭവസരണി ഭവൈസ്ത്വന്നിലീനാശയത്വാത് ചിന്താസാദത്യശാലീ നിമിഷലവമപി ത്വത്പദാദപ്രകമ്പ ഇഷ്ടാനിഷ്ടേഷു തുഷ്ടിവ്യസനവിരഹിതോ മായികത്വാവബോധാത് ജ്യോത്സ്നാഭിസ്ത്വന്നഖേന്ദോരധികശിശിരിതേനാത്മനാ സഞ്ചരേയാൻ. നോ മുഹ്യൻ ശുത്രിഡ് ആദ്യൈഃ ഭവസരണി ഭവൈഃ ത്വന്നിലീന ആശയത്വാത് ചിന്താ സാദത്യശാലി നിമിഷലവം അപി ത്വത്പദാത് അപ്രകമ്പഃ ഇഷ്ട അനിഷ്ടേഷു തുഷ്ടി വ്യസന വിരഹിതഃ മായികത്വ അവബോധാത് ജ്യോത്സ്നാഭിഃ ത്വന്നഖേന്ദോഃ അധികശിശിരിതേന ആത്മനാ സഞ്ചരേയ. നോ മുഹ്യൻ ക്ഷുത്രിടാദ്യൈഃ, ഞാൻ പരവശനാവുകയില്ല വിശപ്പും ദാഹവും മൂലം. ഭവസരണി ഭവൈഃ, സംസാരമാർഗത്തിൽ ഉണ്ടാകുന്ന വിശപ്പ് ദാഹം എന്നിവയിൽ ഞാൻ പരവശനാവുകയില്ല. എങ്ങനെയായാൽ ത്വന്നിലീന ആശയത്വാത്, അങ്ങയിൽ ഉറച്ച മനസ്സോടു കൂടിയവനായതുകൊണ്ട് ഞാൻ ഈ സംസാര ദുഃഖത്തിൽ ഉണ്ടാകുന്ന വിശപ്പ് ദാഹം തുടങ്ങിയവയാൽ ഒന്നും പരവശനാവുകയില്ല. തന്നെയുമല്ല ചിന്താസാദത്യശാലീൻ, നിരന്തരമായിട്ട് ഞാൻ അങ്ങയെ തന്നെ ചിന്തിച്ചുകൊണ്ട് അങ്ങയെ തന്നെ ധ്യാനിച്ചുകൊണ്ട് നിമിഷലവമപി, നിമിഷത്തിൻ്റെ ഒരു കണിക പോലും ഞാൻ ത്വത്പദാത് അപ്രകമ്പഃ, അങ്ങയുടെ പദങ്ങളിൽ നിന്ന് വേർപെട്ടു പോകാതെ ഇരിക്കാൻ ശ്രമിക്കും. തന്നെയുമല്ല ഇഷ്ട അനിഷ്ടേഷു തുഷ്ടി വ്യസന വിരഹിതഃ, ഇഷ്ടമുണ്ടാകുമ്പോൾ സന്തോഷവും അനിഷ്ടമുണ്ടാകുമ്പോൾ ദുഃഖവും ഉണ്ടാകുക എന്നുള്ള ആ രീതി മാറ്റി ഇത് രണ്ടിലും സമഭാവനയോട് വർത്തിക്കുവാൻ ഞാൻ ശ്രമിക്കും. അതെല്ലാം മായികത്വ അവബോധാത്, അതെല്ലാം അങ്ങയുടെ അല്ലെങ്കിൽ ഈശ്വരീയമായ മായ തന്നെയാണ്, മായ കൽപ്പിതങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ സദാസമയവും സമചിത്തനായി ഇരിക്കാൻ ശ്രമിച്ചോളാം. തന്നെയുമല്ല ത്വന്നഖേന്ദോ അധികശിശിരിതേന ആത്മനാ സഞ്ചരേയ, അങ്ങയുടെ നഖചന്ദ്രൻ്റെ നിലാവുകളിൽ നിന്ന് ഉണ്ടാകുന്നതായ ആ പ്രഭയിൽ, അതിലുണ്ടാകുന്ന ആ തണുപ്പിൽ ഞാൻ വളരെ കുളിർമയോടുകൂടിയ മനസ്സോടു കൂടിയവനായിട്ട് സഞ്ചരിക്കും. ഇവിടെ ആദ്യം ഈ ഭവസാഗരത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സാധാരണ ജീവജാലങ്ങൾക്കെല്ലാം ഉണ്ടാകുന്നതായ വിശപ്പ് ദാഹം എന്നീ വിഷമതകളിൽ നിന്നെല്ലാം അങ്ങയുടെ നിരന്തര ധ്യാനം മൂലം ഞാൻ ശ്രദ്ധയെ അങ്ങയിൽ ഉറപ്പിച്ചുകൊള്ളാം. അപ്രകാരമുള്ള വിഷമതകളിലൊന്നും പെടാതെ മനസ്സിനെ ഞാൻ അങ്ങയിൽ ഉറപ്പിച്ചുകൊള്ളാം. തന്നെയുമല്ല നിരന്തരമായ ഭഗവത് ധ്യാനം നിമിത്തം ഒരു നിമിഷം പോലും ഭഗവാന്റെ പദങ്ങളിൽ നിന്ന് മനസ്സിനെ വേർപെടുത്താൻ അനുവദിക്കുകയില്ല. കൂടാതെ ഇഷ്ടമുണ്ടാകുമ്പോൾ സന്തോഷിക്കുകയും അനിഷ്ടമുണ്ടാകുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുക എന്നുള്ള ആ ഈശ്വരീയമായ മായയിൽപ്പെടാതെ ഞാൻ
സമചിത്തനായിട്ട് വർത്തിച്ചുകൊണ്ട് ഭഗവാന്റെ നഖേന്ദുക്കളിൽ നിന്ന് ഉയരുന്നതായ ആ കുളിർമയെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ സഞ്ചരിച്ചു കൊള്ളാം എന്നാണ് മേൽപ്പത്തൂരിവിടെ പറയുന്നത്. അപ്പോൾ ഭഗവത് ധ്യാനം സദാസമയവും നമ്മളെ ഭൗതികങ്ങളായ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും പിൻവലിക്കുന്ന ഒരു സവിശേഷത ഉള്ളതാണ് എന്നുകൂടി ഇവിടെ പറയുന്നു. നമുക്കറിയാം, പരീക്ഷിത്ത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയിൽ നിന്ന് ഭാഗവതം ശ്രവിച്ച് 4-ാം ദിനം വൈകുന്നേരമായപ്പോൾ പറയുകയാണ്, അങ്ങയുടെ മുഖാരവിന്ദത്തിൽ നിന്ന് ഒഴുകുന്ന ആ കൃഷ്ണ കഥകൾ കേട്ടിട്ട് എനിക്ക് അല്പം പോലും വിശപ്പോ ദാഹമോ തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. നൈഷാദി ദുസ്സഹാക്ഷുന്മാം തെക്തോദമപിബാധതേ പിബന്ധം ത്വന്മുഖാംബോജച്യുതം ഹരികഥാമൃതം. അങ്ങയുടെ മുഖത്ത് നിന്ന് നിർഗളിക്കുന്നതായ ഹരികഥകൾ കേട്ടിട്ട് എനിക്ക് അല്പം പോലും വിശപ്പോ ദാഹമോ തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഭഗവാനിൽ ഭക്തിയുള്ളവനായി തീർന്നു കഴിഞ്ഞാൽ വിശപ്പും ദാഹവും ഒന്നും നമ്മൾ അറിയുകയില്ല. അപ്രകാരമുള്ള ഭൗതികങ്ങളായ പരവശതകൾ ഒന്നും നമ്മളെ ബാധിക്കുകയില്ല എന്നുകൂടി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് വീണ്ടും ആ ഭക്തിയെ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുകൂടി പറയും. നിരന്തരമായ ഭഗവത് ധ്യാനം കൊണ്ട് ഒരു നിമിഷം പോലും ഭഗവാനെ മനസ്സിൽ നിന്ന് വിട്ടുപോകാനായിട്ട് അനുവദിക്കാതെ മനസ്സിനെ സമചിത്തതയോടുകൂടി സൂക്ഷിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ നഖാരവിന്ദങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന ആ കുളിർത്ത രശ്മികളിൽ മനസ്സ് തണുത്തവനായിട്ട് സഞ്ചരിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. സദാസമയവും ഈശ്വര ഭക്തി നമ്മളെ ആനന്ദത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് മേൽപ്പത്തൂർ ചെയ്തിരിക്കുന്നത്. നോ മുഹ്യൻ ക്ഷുത്രിടാദ്യർഭവ സരണിഭവൈസ്ത്വന്നിലീനാശയത്വാത് ചിന്താസാദത്യശാലി നിമിഷലവമപി ത്വത്പദാദ പ്രകമ്പ ഇഷ്ടാനിഷ്ടേഷു തുഷ്ടി വ്യസനവിരഹിതോ മായികത്വാവബോധാത് ജ്യോത്സ്നാഭിസ്ത്വന്നഖേന്ദോരധികശിശിരിതേനാത്മനാ സഞ്ചരേയ ഭൂതേഷേഷു ത്വദൈക്യസ്മൃതി സമധിഗതൗ നാധികാരോധുനാ ചേത് ത്വത്പ്രേമ ത്വത്കമൈത്രീ ജഡമതിഷകൃപാ ദുഷ്സുഭൂയാതുപേക്ഷ അർച്ചായാം വാ സമർച്ച കുതുകമുരുതര ശ്രദ്ധയാ വർദ്ധതാം മേ ത്വത്സംസേവി തഥാപി ദ്രുതമുപലഭതേ ഭക്തലോകോത്തമത്വം ഭൂതേഷു യേഷു ത്വദ് ഐക്യസ്മൃതി സമധിഗതൗ ന അധികാരഃ അധുനാ ചേത് ത്വത്പ്രേമ ത്വത്കമൈത്രീ ജഡമതിഷകൃപാ ദുഷ്സു ഭൂയാത് ഉപേക്ഷ അർച്ചായാം വാ സമർച്ച കുതുകം ഉരുതര ശ്രദ്ധയാ വർദ്ധതാം മേ ത്വത്സംസേവി തഥാപി ദ്രുതം ഉപലഭതേ ഭക്തലോകോത്തമത്വം ഭൂതേഷു യേഷു ത്വദൈക്യസ്മൃതി സമധിഗതോ ന അധികാരഃ അധുനാ ചേത്. ഈ യേഷു ഭൂതേഷു, ഈ കാണുന്ന എല്ലാ ജീവജാലങ്ങളിലും ത്വദ് ഐക്യസ്മൃതി, അങ്ങയുടെ തന്നെ രൂപഭേദങ്ങളാണ് ഇതെല്ലാം എന്നുള്ള ഏകാത്മതാ ഭാവം എനിക്ക് സമധിഗതൗ ന അധികാരഃ, അങ്ങനെ മനസ്സിലാക്കുവാൻ ഞാൻ അധികാരി അല്ല. അധുനാ ചേത്, ഇപ്പോൾ എന്ന് വന്നാൽ, അല്ലയോ ഗുരുവായൂരപ്പ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും അങ്ങയുടെ തന്നെ രൂപഭേദങ്ങളാണ് എന്ന് തിരിച്ചറിയുവാൻ എനിക്കിപ്പോൾ യോഗ്യതയില്ല എന്ന് വരികിൽ ഭഗവാനെ, എനിക്ക് ത്വത്പ്രേമ ത്വത്കമൈത്രീ ജഡമതിഷകൃപാ ദുഷ്സുഭൂയാത് ഉപേക്ഷ, അങ്ങയെ ഉപാസിക്കുന്നവരോട് സ്നേഹമുണ്ടാകുവാനും, ത്വത്കമൈത്രി അങ്ങയുടെ ഭക്തരോട് എനിക്ക് സൗഹാർദ്ദം ഉണ്ടാകുന്നതിനും, ജഡമതിഷകൃപ പാവപ്പെട്ടവരോട് ദയ തോന്നുവാനും, ദുഷ്സുഭൂയാത് ഉപേക്ഷ ശത്രുക്കളോട് എനിക്ക് വിരോധമില്ലായ്മയും,
ഉണ്ടാക്കി തരണേ. ഇനി അതിനും ഞാൻ യോഗ്യനല്ല എന്ന് വരികിലോ ഭഗവാനെ, അർച്ചായാം വാ സമർച്ച കുതുകം ഉരുതര ശ്രദ്ധയാ വർദ്ധതാമേ. ഉരുതര ശ്രദ്ധയാ, വളരെയധികം ശ്രദ്ധയോടുകൂടി അർച്ചായാം സമർച്ച കുതുകം, ഓരോ പ്രതിമകളിലും പൂജ ചെയ്യുവാനുള്ള ഉത്സാഹമെങ്കിലും എനിക്ക് വർദ്ധിപ്പിച്ചു തരണേ. തഥാ, അപ്രകാരം ത്വത് സംസേവി അഭി, അങ്ങേ സേവിക്കുന്ന ഏതൊരു ഭക്തന് പോലും ഭക്തലോകോത്തമത്വം ഉപലഭതേ, ഉത്തമ ഭക്തനായി തീരുവാനായിട്ട് അങ്ങ് അവസരം തരുമല്ലോ. ഇവിടെ 3 തരം ഭക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം ഉത്തമ ഭക്തിയെക്കുറിച്ച് പറയുന്നു. ഉത്തമ ഭക്തി എന്താണെന്നാൽ എല്ലാ ജീവജാലങ്ങളിലും കാണുന്ന ചൈതന്യം ഭഗവാന്റേതാണ് എന്നുള്ള തിരിച്ചറിവാണ്. ഇനി ആ ഒരു തിരിച്ചറിവിന് ഞാൻ യോഗ്യനല്ല എന്നാണ് ഗുരുവായൂരപ്പ അങ്ങയുടെ അഭിപ്രായമെങ്കിൽ, എനിക്ക് അങ്ങയുടെ ഭക്തന്മാരിൽ പ്രേമമുണ്ടാവുകയും അവരോട് സൗഹാർദ്ദം ഉണ്ടാവുകയും അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളോട് കരുണയുണ്ടാവുകയും ശത്രുക്കളോട് വിരോധം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുകയും ഒക്കെ ചെയ്തു തന്നാൽ ഞാൻ ഒരു മധ്യമ ഭക്തനായി തീരും ഭഗവാനെ. ഇനി അതിനും ഞാൻ യോഗ്യത ഇല്ലാത്തവനാണ് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, എനിക്ക് അങ്ങയുടെ പ്രതിമകളിൽ പൂജ ചെയ്യുവാനുള്ള ഉത്തമമായ ശ്രദ്ധയെങ്കിലും ഉണ്ടാക്കിത്തരണേ. അങ്ങനെ ഭഗവാനെ സേവിക്കുന്ന ഏതൊരു ഭക്തനും പടിപടിയായിട്ട് ഉത്തമമായ ഭക്തിയിലേക്ക് ഉയരാനായിട്ട് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കും എന്നാണ് മേൽപ്പത്തൂരിവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഭക്തികളിൽ വെച്ച് ഉത്തമ ഭക്തിയും മധ്യമ ഭക്തിയും അധമ ഭക്തിയെയും അല്ലെങ്കിൽ പ്രാകൃത ഭക്തിയെയും സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകമാണിത്. സാധാരണഗതിയിൽ നമ്മളും എല്ലാം പ്രാകൃത ഭക്തരായിട്ട് തന്നെയാണ് ഈ ക്ഷേത്ര ദർശനാദികളൊക്കെ നടത്തുന്നത്. നമ്മളുടെ സങ്കല്പത്തിൽ ശ്രീകോവിലിൻ്റെ ഉള്ളിലിരിക്കുന്ന വിഗ്രഹത്തിലാണ് ഈശ്വരൻ്റെ സാന്നിധ്യം. അവിടെ വിട്ടുകഴിഞ്ഞാൽ മറ്റെല്ലായിടത്തും ആ ഒരു സാന്നിധ്യം ഉണ്ട് എന്നുള്ള സങ്കല്പം നമ്മളുടെ മനസ്സിലേക്ക് വരുന്നില്ല. കാരണം നമ്മൾ പ്രാകൃത ഭക്തരായതുകൊണ്ട്. എന്നാൽ എല്ലാ ജീവജാലങ്ങളിലും ഉള്ള ചൈതന്യം ആ വിഗ്രഹത്തിൽ ആവാഹിച്ചു വച്ചിരിക്കുന്ന ചൈതന്യം പോലെ തന്നെ ശ്രേഷ്ഠമാണ് എന്ന് തിരിച്ചറിയുന്നവരാണ് ഉത്തമ ഭക്തർ. ഇനി എല്ലാവരെയും സമഭാവനയോട് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്ന് വരികിലാണ് മധ്യമ ഭക്തിയെക്കുറിച്ച് പിന്നീട് മേൽപ്പത്തൂർ സൂചിപ്പിച്ചത്. ഭഗവത് ഭക്തന്മാരോട് സ്നേഹം ഉണ്ടാവുകയും അവരോട് സൗഹൃദമുണ്ടാവുകയും പാവങ്ങളോട് ദയയുണ്ടാവുകയും അതുപോലെ ശത്രുക്കളോട് വിരോധം ഇല്ലാതിരിക്കുകയും ചെയ്യാൻ ഉള്ള അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതും ആ ഉത്തമ ഭക്തിയിലേക്ക് ഉയരുവാനുള്ള ഒരു പടവായിട്ടാണ് മേൽപ്പത്തൂർ ഇവിടെ സങ്കല്പിക്കുന്നത്. എന്തായാലും വിദ്യാഭ്യാസത്തിൻ്റെ ഓരോരോ ദശകളും ക്രമമായി തന്നെ നമ്മൾ കടക്കേണ്ടതുണ്ട്. ആദ്യം ബാലപാഠങ്ങൾ പഠിച്ചതിന് ശേഷമേ ഓരോന്നോരോന്നായിട്ട് പഠിച്ച് മുകളിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഭക്തിയിലും. ആദ്യം പ്രാകൃത ഭക്തനാവുക, അത് കഴിഞ്ഞിട്ട് മധ്യമ ഭക്തനാവുക, പിന്നീട് ഉത്തമ ഭക്തിയിലേക്ക് എത്തിച്ചേരുക. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ജീവജാലങ്ങളും ഭഗവന്മയമാണ് എന്ന് മനസ്സിലാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഒരു ശ്ലോകത്തിൽ നമ്മൾ നാരായണത്തിൽ തന്നെ കണ്ട നാരായണാകൃതിമസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകമപി സ്വമവേക്ഷ്യദാത മായാ നിമഗ്ന ഹൃദയോ വിമുമോഹയാവത് ഏകോ ബഭൂവിത തഥാ കബളാർദ്ധപാണി. ദശകം 52 അവസാന ഭാഗത്തുള്ള ഒരു ശ്ലോകമാണിത്. അവിടെ ബ്രഹ്മദേവൻ കാണുന്ന എല്ലാ രൂപങ്ങളും നാരായണമയമായി തീർന്നു എന്നാണ് പറയുന്നത്. ആ ഒരു ദൃഷ്ടിയാണ് ഉത്തമ ഭക്തിയിലേക്ക് എത്തുന്ന ഒരു ഭക്തനെ നേടിയെടുക്കേണ്ടത്.
ഭൂതേഷു ത്വദൈക്യസ്മൃതി സമധിഗതൗ നാധികാരോധുനാ ചേത് ത്വത്പ്രേമ ത്വത്കമൈത്രീ ജഡമതിഷു കൃപാ ദുഷ്സുഭൂയാതുപേക്ഷ അർച്ചായാം വാ സമർച്ച കുതുകമുരുതര ശ്രദ്ധയാ വർദ്ധതാം മേ ത്വത്സംസേവി തദാപി ധൃതമുപലഭതേ ഭക്തലോകോത്തമത്വം. ആവൃത്യ ത്വത്സ്വരൂപം ക്ഷിതിജലമരുതാദ്യാത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ടകർമാവലി വിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തി. ത്വന്മായാമാവിഭൂത്മാമയി ഭുവനപദേ കൽപ്പതേ തത്പ്രശാന്ത്यै ത്വത്പാദേ ഭക്തിരേവേത്യവതതൈ വിഭോ സിദ്ധയോഗീ പ്രബുദ്ധ. ആവൃത്യ ത്വത്സ്വരൂപം ക്ഷിതി ജല മരുത് ആദി ആത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ടകർമാവലി വിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തി. ത്വന്മായ മാ അഭിഭൂത് മാം ഐ ഭുവനപദേ കൽപ്പതേ തത് പ്രശാന്ത്यै ത്വത്പാദേ ഭക്തി ഏവ ഇതി അവദത് ഐ വിഭോ സിദ്ധയോഗി പ്രബുദ്ധ. ആവൃത്യ ത്വത്സ്വരൂപം, അങ്ങയുടെ യഥാർത്ഥമായ രൂപത്തെ അങ്ങ് മറച്ചു പിടിച്ചിരിക്കുകയാണ് അല്ലയോ ഭഗവാനെ. എന്നിട്ട് ക്ഷിതിജലമരുതാദി ആത്മനാ വിക്ഷിപന്തി, അത് ആകാശം ഭൂമി വായു അഗ്നി ജലം തുടങ്ങിയ പഞ്ചമഹാഭൂതങ്ങളിലേക്ക് ആരോപിച്ചുകൊണ്ട് ജീവാൻ ഭൂയിഷ്ടകർമാവലി വിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തി, ഈ ജീവാത്മാക്കളെ അവരുടെ കർമ്മവാസനകൾ അനുസരിച്ചിട്ട് ഓരോ വിവശതകളിലേക്ക് ഇങ്ങനെ തള്ളിവിടുകയാണല്ലോ ഭഗവാനെ അങ്ങ്. എന്നിട്ട് ആ ജീവജാലങ്ങൾ ഓരോ ദുഃഖങ്ങളിലേക്കും ചെന്നു ചേരുകയാണ് ചെയ്യുന്നത്. ത്വന്മായ മാ അഭിഭൂത് മാം, അങ്ങയുടെ ആ മായ എന്നെ ബാധിക്കരുതേ ഭഗവാനെ. കൽപ്പതേ തത്പ്രശാന്ത്यै ത്വത്പാദേ ഭക്തി, അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി അതിനെ പ്രകർഷേണ ശമിപ്പിക്കുവാൻ പര്യാപ്തമാണ്, ആ മായയെ ശമിപ്പിക്കുവാൻ പര്യാപ്തമാണ് എന്ന് ഇതി അവദതായി വിഭോ സിദ്ധയോഗി പ്രബുദ്ധ. ആ സിദ്ധയോഗിയായിരിക്കുന്ന പ്രബുദ്ധൻ എന്ന മുനിവര്യൻ ഈ ഭക്തിയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപമാണ് ആ ബ്രഹ്മം എന്ന് പറയുന്നത്. അതിനെ ആവരണം ചെയ്തുകൊണ്ട് ആകാശാദി പഞ്ചഭൂതങ്ങൾ എന്ന വിക്ഷേപത്തിൽ നമ്മളെ ഭ്രമിപ്പിച്ചുകൊണ്ട് എല്ലാ ജീവജാലങ്ങളെയും ഓരോ ജീവാത്മാക്കളുടെയും കർമ്മ ഫലങ്ങൾക്ക് അനുസൃതമായിട്ട് ഓരോരോ ദുഃഖങ്ങളിലേക്ക് തള്ളിവിടുകയാണ് ഈശ്വരീയമായ ആ മായ ചെയ്യുന്നത്. അങ്ങനെയുള്ള അങ്ങയുടെ മായ എന്നെ ബാധിക്കരുതേ ഗുരുവായൂരപ്പ എന്നാണ് മേൽപ്പത്തൂര് ഭഗവാനോട് അപേക്ഷിക്കുന്നത്. തന്നെയുമല്ല തത് പ്രശാന്തി, ആ മായ ശമിക്കണമെങ്കിൽ അതിന് ഭഗവാന്റെ പാദങ്ങളിൽ ഭക്തി ഉണ്ടായാൽ മതി എന്ന് മുനിശ്രേഷ്ഠനായിരിക്കുന്ന പ്രബുദ്ധൻ പറഞ്ഞിട്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. നവയോഗികളിലെ കവി ഹരി അന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിർഹോത്രോദ ദ്രുമിള ചമസക്കരഭാജന എന്ന് പറയുന്ന നവയോഗികളിലെ പ്രബുദ്ധൻ എന്ന യോഗി നിമി ചക്രവർത്തിക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ വെച്ച് ഭഗവാന്റെ മായയെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ഈശ്വരീയമായ മായ ഗീതയിൽ പറയും, ദൈവീ ഹ്യേഷാ ഗുണമയി മമ മായാ ദുരത്യയാ മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. എൻ്റെ ദൈവികമായ മായ എന്ന് പറയുന്നത് ഗുണമയി, അത് ത്രിഗുണങ്ങളോട് ചേർന്നിരിക്കുന്ന. മമ മായ ദുരത്യയ,
ആ മായയെ തരണം ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. പക്ഷേ മാമേവയെ പ്രപദ്യന്തെ, ആരാണോ എന്നെ തന്നെ ശരണമായി ആശ്രയിക്കുന്നത് അവർ മായ തരണം ചെയ്യുന്നു. ദൈവീഹേഷ ഗുണമയി മമ മായ ദുരത്യയ മാമേവയെ പ്രപദ്യന്തെ മായാം ഏതാം തരന്തിത, ഈ മായയെ അവർ തരണം ചെയ്യുന്നു. അപ്പോൾ നിശ്ചയമായും ഭഗവാന്റെ മായ എന്ന് പറയുന്നത് വളരെ ശക്തി സ്വരൂപിണിയാണ്. സാധാരണഗതിയിൽ നമുക്ക് അതിനെ അടിമപ്പെടാനേ പറ്റൂ, അതിനെ അതിജീവിക്കാൻ സാധിക്കുന്നതല്ല, വളരെ ദുർഘടമാണ്, ദുഷ്കരമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ആരാണോ ഭഗവാനെ ആശ്രയമായി ശരണം പ്രാപിക്കുന്നത് അവർക്ക് ഈ മായയെ തരണം ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതിന് ലഘുവായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 4 ഭാഗത്തും മതിൽ കെട്ടി ഒരു ഗേറ്റും വെച്ചിട്ടുണ്ട്. അതിലൊരു നോട്ടീസ് എഴുതി വെച്ചിട്ടുണ്ട്, നായയുണ്ട് സൂക്ഷിക്കുക. നമ്മൾ ആ ഗേറ്റ് തള്ളി തുറന്ന് നേരെ അകത്തേക്ക് ചെന്നാലോ ആ നായ നമ്മളെ ഉടമസ്ഥനെ കാണാൻ അനുവദിക്കുകയില്ല, അതിനു മുമ്പ് കടിച്ചു കീറും. അതേസമയം നമുക്ക് ആ ഗൃഹസ്ഥൻ്റെ അനുവാദം ഉണ്ട്, അദ്ദേഹം വന്നിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ ഈ നായ അവിടെ അടങ്ങി നിൽക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഭഗവാനെ ഉപാസിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടിയാൽ ഭഗവാൻ തന്നെ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. അവിടെ ആ നായയ്ക്ക് അല്ലെങ്കിൽ മായയ്ക്ക് ഒന്നും ചെയ്യാൻ ഇല്ല എന്നാണ് പറയുന്നത്. ഈ മായയുടെ 2 ശക്തിവിശേഷങ്ങളെക്കുറിച്ച് കൂടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആവൃത്യ വിക്ഷിപന്തി എന്നുള്ള 2 പദങ്ങളിലൂടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. മായയ്ക്ക് 2 കഴിവുള്ളത്, ഒന്ന് യഥാർത്ഥ വസ്തുവിനെ മൂടി ആവരണം ചെയ്യാനുള്ള കഴിവുണ്ട്, പിന്നെ ഇല്ലാത്തൊരു വസ്തുവിനെ നമുക്ക് കാണിച്ചു തരുന്നതായിട്ട് തോന്നിക്കാൻ ഒരു വിക്ഷേപം എന്ന് പറയുന്ന ശക്തിവിശേഷമാണ്. ഇപ്പോൾ ആവരണവും വിക്ഷേപവും എന്നുള്ള 2 ശക്തികളാണ് ഈ മായയ്ക്കുള്ളത്. അതിനും മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ സന്ധ്യാസമയത്ത് സഞ്ചരിക്കുമ്പോൾ കയറ് കണ്ടിട്ട് പാമ്പാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും വാസ്തവത്തിൽ മായ അവിടെ ആ ഉള്ള കയറിനെ മറയ്ക്കുകയും ഇല്ലാത്ത പാമ്പിനെ നമുക്ക് കാട്ടിത്തരികയുമാണ് ചെയ്തത്. അവിടെ ശരിയായ പ്രകാശം വന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നിയ പാമ്പ് ഇല്ലാതായിട്ട് അവിടെ ഉള്ള കയറിനെ കാണാൻ കഴിയുന്നത് പോലെ എപ്പോഴാണോ ആത്മജ്ഞാനം സിദ്ധിക്കുവാനായിട്ട് ഒരു ഉപാസകന് സാധിക്കുന്നത്, അപ്പോൾ ഈ മായയുടെ വിക്ഷേപവും ആവരണവുമാകുന്ന 2 ശക്തികളെയും തരണം ചെയ്തുകൊണ്ട് വാസ്തവത്തിലുള്ള കയറിനെ അല്ലെങ്കിൽ വാസ്തവത്തിലുള്ള ഈശ്വരനെ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആവൃത്യ ത്വത്സ്വരൂപം ക്ഷിതിജലമരുതാദ്യാത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ടകർമാവലി വിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തി ത്വന്മായാമാഭിഭൂത്മാമയി ഭുവനപദേ കൽപ്പതേ തത്പ്രശാന്ത്यै ത്വത്പാദേ ഭക്തിരേവേത്യവദതൈ വിഭോ സിദ്ധയോഗീ പ്രബുദ്ധ ദുഃഖാന്യാലോക്യ ജന്തുഷലമുദിതവിവേകോഹമാചാര്യവർയാത് ലബ്ധ്വാ ത്വരൂപതത്വം ഗുണചരിതഗതാദ്യുദ്ഭവത് ഭക്തിഭൂമാ മായാമേനാം തരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യായം പൂർവരംഗ പവനപുരപദേ നാശയാ ശേഷരോഗാൻ ദുഃഖാനി ആലോക്യ ജന്തുഷു അലം ഉദിത വിവേകഃ അഹം ആചാര്യവർയാത് ലബ്ധ്വാ ത്വത് രൂപതത്വം ഗുണ ചരിതകഥാദി ഉദ്ഭവത് ഭക്തിഭൂമാ മായാം ഏനാം തരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യ അയം പൂർവരംഗഃ പവനപുരപദേ നാശയ അശേഷരോഗാൻ ദുഃഖാനി ആലോക്യ ജന്തുഷു, ഈ ജീവജാലങ്ങളിലൊക്കെ ദുഃഖത്തെ കണ്ടിട്ട് ഉദിത വിവേക
വേഗം ഉള്ളവനായി ഭവിച്ചിട്ട് അഹം ഞാൻ ആചാര്യവര്യ ലബ്ധ്വ ഒരു ശ്രേഷ്ഠനായ ഗുരുവിൽ നിന്ന് അറിവ് സ്വീകരിച്ചിട്ട് ത്വത് രൂപതത്വം അങ്ങയുടെ രൂപത്തിൻ്റെ തത്വത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ട് ഗുണചരിതകഥാദി ഉദ്ഭവത് ഭക്തിഭൂമ അങ്ങയുടെ ഗുണകഥകൾ കേട്ടും പറഞ്ഞും ഓർത്തും ഒക്കെ ഭക്തി ഉണ്ടായി അത് വർദ്ധിച്ച് ഏനാം മായാം തരിത്വ ഈ മായയെ ഞാൻ തരണം ചെയ്ത് പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ പരമാത്മസ്വരൂപനായ അങ്ങയിൽ രമിക്കുവാൻ അങ്ങയുടെ തൃക്കാൽക്കൽ സുഖം അനുഭവിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. തസ്യ അയം പൂർവരംഗ ഇത് അതിനുള്ള ഒരു ആദ്യത്തെ ചുവടുവയ്പ്പാണ് അല്ലയോ ഭഗവാനെ. അതുകൊണ്ട് നാശയ അശേഷ രോഗാൻ എൻ്റെ എല്ലാ രോഗങ്ങളെയും പൂർണ്ണമായും മാറ്റിത്തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദശകവും ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ മേൽപ്പത്തൂർ സമർപ്പിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കെല്ലാം വന്നു ചേരുന്ന ദുഃഖങ്ങളെയെല്ലാം കണ്ടിട്ട് എന്തായിരിക്കാം അതിൻ്റെ കാരണം എന്ന് അന്വേഷിച്ച് അറിവുള്ളവരായി തീർന്നിട്ട് അപ്രകാരമുള്ള ദുഃഖങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കിയവനായിട്ട് ഒരു ഉത്തമനായ ഗുരുവിൽ നിന്ന് ഭഗവത് രൂപത്തെക്കുറിച്ചുള്ള തത്വം ഗ്രഹിച്ച് ഭഗവാന്റെ ഗുണ കഥകളെയൊക്കെ കീർത്തനം ചെയ്തും പാടിക്കൊണ്ടും ഒക്കെ ഈ ഉള്ള ഭക്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഞാൻ നടക്കാം. അങ്ങനെ വർദ്ധിതമായ ഭക്തിയോടുകൂടി ഈ മായയെ ഞാൻ തരണം ചെയ്തിട്ട് പരമാത്മസ്വരൂപനായിരിക്കുന്ന അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ എത്തിച്ചേർന്ന് ഞാൻ സുഖം അനുഭവിക്കും. ഇപ്പോൾ ഈ ചിന്തകളെല്ലാം അതിൻ്റെ ഒരു ആദ്യത്തെ പടി മാത്രമാണ്. എന്നെ എല്ലാ രോഗങ്ങളും തീർത്ത് അല്ലെങ്കിൽ എല്ലാ രോഗങ്ങളിൽ നിന്നും മോചിപ്പിച്ച് അങ്ങയുടെ പദങ്ങൾ ഉപാസിക്കുവാനുള്ള ശക്തി തന്ന് അനുഗ്രഹിക്കണേ ഭഗവാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂർ ഈ ഒരു ദശകവും ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നത്. ദുഃഖാന്യാലോക്യജന്തുഷലമുദിത വിവേകോഹമാചാര്യവര്യാത് ലബ്ധ്വാ ത്വരൂപതത്വം ഗുണചരിതകഥാദ്യുദ്ഭവത് ഭക്തിഭൂമാ മായാമേനാം തരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യായം പൂർവരംഗ പവനപുരപദേ നാശയാ ശേഷരോഗാൻ.